ശ്രീജയേന്ദ്രൻ, താങ്കൾ ജി സുധാകരൻ്റെ അടുത്ത ഒരാൾ കൂടിയാണല്ലോ. അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്നയാളും സൗഹൃദമുള്ള ആളുമാണ്. നേരത്തെയും പലതവണ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, പ്രസംഗങ്ങളൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നാണോ ഇപ്പോൾ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം? വോട്ട് തിരുത്തൽ നടത്തിയിട്ടുണ്ട്, ഇനി അതുമേൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. പിന്നീട് അത് തൻ്റെ ഭാവനയാണെന്ന് പറയുന്നു. പക്ഷേ ആദ്യത്തേത് എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളത് കേരളം കേട്ടതല്ലേ? അതെ സ്മൃതി, ഇത് 14-ാം തീയതി മിനിഞ്ഞാന്നാണ് ആലപ്പുഴ ലിയോത്തഡൻസ് ഹൈസ്കൂളിൽ മുൻകാല പ്രവർത്തകരുടെ ഒത്തുചേരൽ NGO യൂണിയൻ സംഘടിപ്പിച്ചിരുന്നത്. അതിൽ ഈ KV ദേവദാസ് അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവിടെയാണ് സുധാകരൻ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞതായി വരുന്നത്. അത് ഇന്നലെ വിവാദമാകുന്നു. ഇന്നത് FIR ഇടുന്നു പോലീസ്. ഇന്നലെ കലക്ടർ നിയോഗിച്ച തഹസിൽദാർ മൊഴിയെടുക്കാൻ സുധാകരൻ്റെ വീട്ടിൽ ചെല്ലുകയും മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയുമാണ് ചുരുക്കത്തിലുണ്ടായത്. അതിനുശേഷം അദ്ദേഹം ശ്രീ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചതുപോലെ രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് ഇത് CPM കള്ളവോട്ട് കൊണ്ട് ജയിക്കുന്ന പാർട്ടിയാണെന്ന് സുധാകരൻ തന്നെ വെളിപ്പെടുത്തി. അതങ്ങനെയൊന്നും അല്ല. ഈ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലല്ല, സുധാകരൻ പറഞ്ഞ എന്താണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഇതിനകത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റിന്റെ പ്രശ്നമാണല്ലോ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ചർച്ചാ വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന അതാണല്ലോ. പോസ്റ്റൽ ബാലറ്റ് തിരുത്താൻ കഴിയില്ല, അതൊരു കാര്യം. തിരുത്തിയാൽ വോട്ടർ ടെൻഡർ ചെയ്യപ്പെടും. വോട്ട് എണ്ണുമ്പോൾ അത് സ്വാഭാവികമാണല്ലോ. വോട്ട് ടെൻഡർ ചെയ്യാന്നുള്ളതാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന പോളിംഗ് ഏജന്റിന്റെ ചുമതല. തിരുത്തിയ ഏത് ബാലറ്റ് കണ്ടാലും ശരി, അത് ബാലറ്റ് വോട്ടുള്ള കാലത്താണ് ഈ പ്രശ്നം കേട്ടോ. ഇതാണ് 89-ലെ ഇഷ്യൂ ആയിട്ട് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജി സുധാകരൻ തന്നെ പറയുന്നുണ്ട്, ഞാനത് ഇങ്ങനെ ഒന്ന് വിരട്ടാനായി പറഞ്ഞ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഒരു വശം. മറുവശം, ഇത് പോസ്റ്റൽ ബാലറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ഈ ഇലക്ഷൻ ഇയറിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ചില വസ്തുതകളുണ്ട്. ഏറ്റവും ചുരുക്കി ഞാൻ പറയാം. ഇപ്പോൾ NGO യൂണിയനിൽപ്പെട്ട CPM അനുകൂലികളോ അനുഭാവികളോ പ്രവർത്തകരോ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പോളിംഗ് ഓഫീസിലോ പാർട്ടി ഓഫീസിലോ ഒക്കെ അവരുടെ വോട്ടുകൾ ഏൽപ്പിക്കുക. LDFുമായി ബന്ധപ്പെട്ടത്. NGO അസോസിയേഷൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരുടെ പാർട്ടി ഓഫീസിൽ, കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ പോസ്റ്റൽ വോട്ടുകൾ ഏൽപ്പിക്കും. BJP ആയിട്ട് ബന്ധപ്പെട്ടവർ, NGO സംഘിന്റെ ആൾക്കാർ BJP ആയിട്ട് ബന്ധപ്പെട്ട പാർട്ടി ഓഫീസുകളിൽ അവരുടെ പോസ്റ്റൽ വോട്ടുകൾ ഏൽപ്പിക്കും. ഈ NGO ഫ്രണ്ടിന്റെ കേരള കോൺഗ്രസുകളുടെ ജീവനക്കാരുടെ വോട്ടുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി ഓഫീസുകളിലും ബന്ധപ്പെട്ട മുന്നണി സംവിധാനങ്ങളിൽ ഏൽപ്പിക്കും. ഇതാണ് പോസ്റ്റൽ ബാലറ്റിന്റെ കാലത്ത് ഒരു പതിവ് രീതി, അതായിരുന്നു. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? എന്നിട്ട് ഇത് ഇവരുടെ ഒപ്പ് മാത്രമാണ് അക്കാലത്ത് എല്ലാവരും, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വാങ്ങിക്കാറുള്ളത്. ഒപ്പിട്ട് ബാലറ്റ് പേപ്പർ ഇങ്ങനെ വാങ്ങിക്കും. എന്നിട്ട് അക്കാലങ്ങളിൽ വോട്ട് എണ്ണുന്ന സമയത്ത്, വോട്ട് എണ്ണുമല്ലോ, ആ വോട്ട് എണ്ണുന്ന സമയത്ത് പല രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതത് ബാലറ്റുകളിൽ അത് സ്ഥാനാർത്ഥികളുടെ സീല് കുത്തി എന്നാൽ ഇന്ത്യ മാർക്കാണ് അത് കുത്തി അങ്ങ് കൊണ്ടുപോവാണ് രീതി. അത് പൊതുവായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും, CPM മാത്രമൊന്നും അല്ല കേട്ടോ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്തു പോകുന്ന രീതി ആയിരുന്നു അത് ഓർമ്മിപ്പിക്കാനാണ് സുധാകരൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ പാർട്ടികളും അനുവർത്തിച്ച് പോകുന്ന കാര്യവുമാണ്. പക്ഷെ ഇപ്പോൾ ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാലമാണ്. CPM എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒന്നും പോസ്റ്റൽ ബാലറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പോസ്റ്റൽ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, പോസ്റ്റൽ ബാലറ്റും ഇല്ല. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തന്നെയാണ് ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നതും അങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാലത്ത്. പക്ഷെ പണ്ടങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുധാകരൻ തന്നെ മാറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനതിങ്ങനെ അത്തരക്കാരുണ്ടായിരുന്നു, ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട NGO യൂണിയനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ അത്തരക്കാരും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ അങ്ങനൊരു മാർഗം ഉപയോഗിച്ചിരുന്നു. അതിന്റെ പേരിൽ എന്താണ് കേസെടുക്കാനുള്ളത്? കേസെടുത്താൽ ജില്ലാ കളക്ടറാണ് അതിനകത്ത് കേസെടുക്കാൻ ഇന്നലെ ആവശ്യപ്പെട്ടിട്ട് അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിൽ ചെന്നിരുന്നു, മൊഴിയെടുത്തു. അദ്ദേഹം ഞാനീ പറഞ്ഞ നിലപാട് തന്നെ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇനി പോലീസിന്റെ FIR ആണല്ലോ ഇന്നിട്ടേക്കുന്നത്. ആ പോലീസിന്റെ FIRന് പോലീസ് അന്വേഷിക്കാൻ വന്ന അദ്ദേഹം മറുപടിയൊന്നും പറയാൻ പോകുന്നില്ല ജി സുധാകരൻ. ഇനി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജാമ്യം എടുക്കാനും പോകുന്നില്ല, ഞാൻ അകത്ത് കിടന്നോളാം.
സാധാരണഗതിയിൽ അപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. ഇത് പിന്നെ അത് രാഷ്ട്രീയമായിട്ടാണ് ചോദ്യം ഞാനും ഇവിടെ ഉന്നയിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ്? പിണറായി വിജയനാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അപ്പോൾ സ്വന്തം പാർട്ടി CPM-ന്റെ ഓഫീസിൽ വെച്ച് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായി എന്നുള്ളതാണ് വിവാദപരമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എങ്കിൽ അത്തരമൊരു കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി, ആ പാർട്ടി ഓഫീസിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാണല്ലോ വിവാദം. അതിന് പോലീസ് ഇത്രയധികം തിടുക്കപ്പെട്ടാണോ കാര്യം ഇടപെടേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇവിടെ. ആ ചോദ്യം ഞാനും അത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്ന ആളാണ് ഞാനും. അങ്ങനെയാണോ വേണ്ടത്? ഇത് അന്വേഷിക്കണം എന്ന് ആരും പറയില്ല. അതായത് സ്വന്തം പാർട്ടിയുടെ വിഷയമായതുകൊണ്ട് തിടുക്കം അത്ര വേണ്ട എന്ന വിലയിരുത്തലാണോ താങ്കൾ നടത്തുന്നതെന്നൊരു ചോദ്യം. രണ്ടാമത് താങ്കൾ പറഞ്ഞു ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതായിരുന്നു, അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണോ പ്രസംഗം കേൾക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? രണ്ടാമത്തെ കാര്യം, ഒരു ഗൗരവത്തിലുള്ള വിഷയമല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തിനാണ് കേസെടുക്കണം? ഇത് ഗൗരവത്തിലുള്ള വിഷയമാണ് എന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് താങ്കൾ ചോദിച്ച 3 കാര്യങ്ങളുമല്ല ഞാൻ സൂചിപ്പിക്കുക പോലും, ഞാൻ അത്തരത്തിൽ സൂചിപ്പിക്കുക പോലും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് സ്വന്തം പാർട്ടിയുടെ ഓഫീസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ കാലതാമസം എന്നുള്ളതല്ല. ഇങ്ങനെ കേസ് എടുക്കുമ്പോൾ ഈ കേസ് ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ജി സുധാകരൻ ഇന്നലെ തഹസിൽദാർക്ക് മൊഴി കൊടുത്തു. തഹസിൽദാരോട് മൊഴി പോയി എടുക്കാൻ ആവശ്യപ്പെടുന്നത് ജില്ലാ കളക്ടറാണ്, ആലപ്പുഴ കളക്ടറാണ്. അങ്ങനെ പോയി എടുത്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് ജി സുധാകരൻ പറഞ്ഞു എന്നുള്ളത്. അതിന്മേൽ തീരുമാനം എടുക്കേണ്ടത് പിന്നെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കൂടിയാണല്ലോ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം മുന്നിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ടാവാം, അതുണ്ടാവുമല്ലോ. പിന്നെ എന്തിനാണ് തിടുക്കപ്പെട്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്താണ് തിടുക്കപ്പെട്ട് പോലീസ് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്തത്? മിനിഞ്ഞാന്ന് സംഭവം ഉണ്ടാവുന്നു, ഇന്നലെ വിവാദമാവുന്നു, പിന്നെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം എൻക്വയറി നടക്കുന്നു, മൊഴിയെടുക്കുന്നു, ഇന്ന് വീണ്ടും പോലീസ് FIR ഇടുന്നു. ഇതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് അത് സുധാകരൻ എന്തെങ്കിലും ഇളവോ ആനുകൂല്യമോ കൊടുക്കണം എന്നുള്ള നിലയിലുമല്ല. അത് എന്തിനെ ബേസ് ചെയ്താണ്? 36 വർഷം മുമ്പ് ഉള്ളൊരു കാര്യം ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞു. 36 വർഷം മുമ്പുള്ള കാര്യമാണെങ്കിലും ഇത് വലിയ ഗുരുതരമായ ചട്ടലംഘനം. 51-ലെ ജനപ്രാതിനിധ്യ നിയമം 136, 128, 135, 135 ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചട്ടലംഘനം നടന്നു എന്ന വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ പറയുന്ന കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മൊഴിയെടുക്കൽ തഹസീൽദാർ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസ് അത്ര വേഗം വരേണ്ടതില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുക? ഇത് ഗുരുതരമാണ്, ചട്ടലംഘനമാണ് എന്ന രൂപത്തിൽ തന്നെ വിലയിരുത്തുമ്പോൾ പോലീസ് കുറച്ചുകൂടി വൈകി, അതായത് തഹസീൽദാറുടെ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുത്ത ശേഷം പോലീസ് വന്നാൽ മതി എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ പോലീസ് ഇത്ര വേഗം വന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പോലീസ് എന്താണ് ഇതിനകത്ത് അന്വേഷിച്ചിട്ടുള്ളത്? അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാനും അന്വേഷിക്കുന്നത് അതാണ്. പോലീസ് ഈ കേസിൽ ജി സുധാകരൻ പറഞ്ഞതിനപ്പുറം എന്താണ് ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അപ്പോ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞിട്ടുണ്ട്. ശരി, അതാണ്. അപ്പോൾ എവിടെ നിന്ന് തെളിവ് കൊണ്ടുവരും? 36 വർഷം മുമ്പത്തെ കാര്യത്തിൽ ഇല്ല, നാളെയുമില്ല. ആയിക്കോട്ടെ, അത് തന്നെയാണല്ലോ MM മണിയുടെ പ്രസംഗത്തിൽ നടന്നത്. MM മണി 1, 2, 3 പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്മേലാണോ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത്? അതിന്റെ തെളിവുകൾ പോയി ഏത് രൂപത്തിലാണ് പോലീസ് കണ്ടെത്തിയത്? ആ രൂപത്തിൽ കണ്ടെത്താൻ പറ്റുമോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഞാൻ വരാം. ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.